Daddy, please. സൈക്കിൾ സൂക്ഷിച്ചു കുട്ടി. ഞാൻ മനപ്പൂർവ്വം എടുത്തതാ. എന്തിന്? സ്പെഷ്യലായിട്ട് ഒരു അടി നടന്നത് കണ്ടോ? ആ കണ്ടു. അതിലൊരാൾ ജയിച്ചത് കണ്ടോ? കണ്ടു. അയാളോട് നിങ്ങളൊരു ഫൗൾ കാണിച്ച ഓർമ്മയുണ്ടോ? ഫൗളോ? ആ ഫൗൾ. ഓ അതോ? നീ എവിടെ ഉണ്ടായിരുന്നു? ആ എന്റെ ഡാഡി ജയിച്ചത്. ഓ അത് ശരി. ആ ഫൗളിന് 100 രൂപയാണ് പിഴ. ഇപ്പൊ തരണം. അപ്പോ മോൻ അമ്മയോട് എത്ര രൂപ വാങ്ങിക്കാണും? അതിനെനിക്ക് അമ്മയില്ലല്ലോ. അമ്മ പണ്ടേ മരിച്ചു പോയില്ലേ. അയ്യോ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയില്ല. ഇനി കാണുമ്പോ 500 രൂപ തരാം. 500 വേണ്ട, 100 മതി. അത് സാരമില്ല. ആന്റി ഒരു 4 ഫൗള് കൂടെ ചെയ്തോളാം. അത് ഡാഡിയോട് ചോദിച്ചിട്ട് പറയാം. ഓ ധാരാളം മതി. പോട്ടെ ആന്റി. ടാറ്റാ. ടാറ്റാ. ബൈ. അല്ല, നിങ്ങൾ കൂട്ടുകാരെ? സ്മാർട്ട് ബോയ് ഡാഡി. എന്നെ പോലെ തന്നെ അവനും. എങ്ങനെ? അവനും അമ്മയില്ല. ശരി, നമുക്ക് പോവാം. ആന്റി, വാ ആന്റി. പീറ്ററിന്റെ കാറിലേക്കുള്ള സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് വെച്ചേ. ശരി മോനെ. വാ ആന്റി, വാ. വാ ആന്റി. അയ്യേ ഡാഡി കേൾക്കേ പപ്പി കേൾക്കേ പപ്പി. ആരാ മോനെ അത്? വഴിയെന്ന് കിട്ടിയതാ. ഡാഡിക്ക് അറിയോ നോക്കിയേ. കൊച്ചമ്മയോടെ അവിടെ ഇരിക്കാൻ പറ. ഡാഡി ഇപ്പോ വരാം. കൊച്ചമ്മേന്ന് വിളിച്ച് ആളെ കളിയാക്കാതെ. എന്റെ പേര് മഞ്ജു എന്നാ. വാ ആന്റി, വാ. ഓ, എന്റെ പേര് പീറ്റർ. മിസ്റ്റർ പീറ്റർ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇങ്ങനെ കണ്ടക്ടറാണ്. കണ്ടക്ടർ, കോൺട്രാക്ടർ, പിന്നെ ബിസിനസ്, അങ്ങനെ 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 പോകുന്നു. ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയോ നിങ്ങളാണോ നിങ്ങളെ? ആരാ പീറ്ററെ? എടാ ജയ, നമ്മളൊന്ന് അടിച്ചു ജയിച്ചു വരുമ്പോഴേ നിന്റെ കർണക്ക് ടിക്കറ്റും തന്നില്ലേ? ഇവിടെ നോക്ക്. ആ പാർട്ടി ഇരിക്കൂ. കുടിക്കാൻ ആന്റി. എന്താ ഒരു കഥകളി? ഡാഡി ആന്റി 500 രൂപ തരാന്ന് പറഞ്ഞു. എന്താ? വേണ്ട മോനെ, ആന്റി തമാശ പറഞ്ഞല്ലേ. തമാശ എന്താന്ന് ഞങ്ങൾ കൊണ്ടൊന്ന് അറിയട്ടെ. പറയില്ല മോനെ. നിങ്ങൾ രണ്ടുപേരും ആ കൊച്ചിന്റെ കയ്യിൽ പിടിച്ചു പറിക്കാതെ അതൊന്ന് പറഞ്ഞു തൊളിക്കട്ടെ. ആന്റി ഡാഡിക്ക് 5 കിസിന് 500 രൂപ തരാന്ന് പറഞ്ഞു. ഒന്നുമില്ല. ആന്റി എന്റെ അടുത്ത് പറഞ്ഞു. അല്ല ഇതെന്താണിത്? അല്ലെ ഇതെന്ത് കളിയാണിത്? ഇതൊരു കളിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കണ്ടായിരുന്നു. ആ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹലോ, മാസ്റ്ററാണോ? ഞാനാ ജയൻ. അതെ, മാസ്റ്റർ എത്തിയ വിവരം ഞാൻ ഇന്ന് റെസ്ലിംഗ് ക്ലബിൽ നിന്ന് അറിഞ്ഞത്. ആ മാസ്റ്റർ. ജയൻ, മൈ ബോയ്. ജയൻ, എത്ര നാളെ നിന്നെ കണ്ടിട്ട്. ഞാൻ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. വരൂ, ഇരിക്കൂ. ജയൻ, ഞാൻ എന്നും ആലോചിക്കാറുണ്ട്, നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗുസ്തിക്കാരന്റെ കോച്ച് എന്ന നിലയിൽ എനിക്ക് അഭിമാനിക്കാമായിരുന്നു. എനിക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന സാഹചര്യം മാസ്റ്റർക്ക് അറിയാലോ. ഭാര്യയുടെ പെട്ടെന്നുള്ള മരണം
കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കാനുള്ള അലച്ചിൽ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ജീവിതമല്ലേ ജയൻ, ഇതൊക്കെ ഉണ്ടാകും. നീ പിന്നെ വിവാഹം? ഇല്ല മാസ്റ്റർ, എനിക്കങ്ങനൊരു ആഗ്രഹമേ ഇല്ല. നോ, ഉണ്ടാകണം. നീ ചെറുപ്പമാണ്, കുടുംബം കൂടെ ഉണ്ടെങ്കിലേ വളരാനുള്ള താല്പര്യം ഉണ്ടാകും. നീ വളരണം, വളർന്നു വലിയവനാകണം. ഞാൻ എന്നും കൂടെ കൊണ്ട് നടക്കുന്ന ആ ഫോട്ടോ നോക്ക. നീയും ഞാൻ. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്ന് കൃത്യം 3 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ ലോകപ്രശസ്ത താരങ്ങൾ പങ്കെടുക്കുന്ന റസലിംഗ് മത്സരം. Supply the raw materials as soon as possible. You can go. യെസ് സർ. Yes, തമ്പി ഹോൾഡിംഗ്. ഹായ് ഞാൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഓക്കെ. ഡാഡി, ഇന്നാണ് മത്സരം, ഡൽഹി വേഴ്സസ് ഹരിയാന. പോണ്ടേ? മോൾ എന്താണ് താമസിക്കുന്നത് ആലോചിക്കായിരുന്നു ഞാൻ. പോകാം. ഉം. ഇതാ ടിക്കറ്റ്. ധൈര്യമായി പോകും, ഒന്നുകൊണ്ട് ഭയപ്പെടണ്ട. കളിച്ചോ, നിന്റെ അവസാനാണെന്ന് നിന്നെ ജയൻ, അവന് കാഴ്ചയിലെ കരുത്തുള്ളൂ. ധൈര്യമായി പോകും. കൊല്ലും.